സഭയ്ക്കാണ് പരമാധികാരം, അല്ലാതെ ബൈബിളിനല്ല. അതുകൊണ്ട് ആദ്യം സഭയാണ് ഉണ്ടായത്, അതിനുശേഷമാണ് സഭയിലാണ് ബൈബിൾ ഉണ്ടായത്. ബൈബിൾ സഭയ്ക്ക് അകത്ത് ഉണ്ടായതും സഭയ്ക്ക് ഉള്ളിലുണ്ടായ, സഭയുടെ പരമാധികാരത്തിന്റെ കീഴിലുണ്ടായ പുസ്തകമാണ്. ഈ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്ന നിലയിലുള്ള ചോദ്യോത്തര പരാമർശമാണ് താങ്കളുടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ താങ്കൾ ഈ തിരുസഭ എന്നുദ്ദേശിച്ചത് റോമൻ കാത്തലിക്, എപ്പിസ്കോപ്പൽ, യാക്കോബ, പ്രൊട്ടസ്റ്റന്റ് ഇങ്ങനെയൊക്കെയുള്ള, അതോ പിന്നെ പെന്തക്കോസ്റ്റൽ, കരിസ്മാറ്റിക് അതാണോ? അതോ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അവൻ നമ്മളെ കണ്ടു, ആത്മാവ് എന്ന നിലയിലും ശരീരം തല എന്ന നിലയിലും യുക്തമായി ഏകീഭവിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു നിവാസം, അതിനെക്കുറിച്ചാണോ? വചനമായിരുന്ന ദൈവം ഭാഗമായി വിവിധമായി പല ഘട്ടങ്ങളിൽ പലരിലൂടെ ശബ്ദമായി, വെളിപ്പാടായി ഒക്കെ വെളിപ്പെട്ടു. പിന്നത്തേതിൽ ജഡമായി വെളിപ്പെട്ടു, യേശുവായി, ക്രിസ്തുവായി, തേജസ്കരിക്കപ്പെട്ട ആത്മാവായി, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ ഇന്നും ജീവനായി, ചലനമായി വ്യാപരിക്കുന്നു. അത് ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ സുഗമമായി ഒഴുകുന്ന ആ നദിയിൽ എവിടെ തുടക്കം എവിടെ അവസാനം എന്ന നിലയിൽ ഒരു വൃത്തത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയാത്തതുപോലെ ആ നദി, ജീവന്റെ നദി, ജീവബോധമുള്ളവരിലൂടെ, ജീവന്റെ തിരിച്ചറിവിലൂടെ, ജീവ സാന്നിധ്യത്തിലൂടെ ആ നദി ആത്മാവുമായി ഇഴുകിച്ചേർന്ന്, ദൈവവും മനുഷ്യനുമായി ഇഴുകിച്ചേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ തുടക്കം, ആരാദ്യം, എന്ത് രണ്ടാമത് എന്നൊക്കെ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. താങ്കൾ ഉദ്ദേശിച്ചത് ബൈബിൾ എന്ന ഒരു പുസ്തകം, ലൈബ്രറിയിൽ കാണുന്ന ഒരു പുസ്തകം എന്ന നിലയിലാണോ? ഇതിനകത്തുള്ള എഴുത്തുകൾ ഒരു അക്ഷരമാല എന്നൊക്കെ പറഞ്ഞ് ചില അക്ഷരങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഈ ജെ എന്ന അക്ഷരമൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളെ ആയിട്ടുള്ളൂ, ജീസസ്. അപ്പോൾ അക്ഷരമാലകൾക്കും പ്രിന്റിംഗ് മെഷീനും പരിഭാഷകൾക്കും അതീതമായ പിന്നെ നിത്യത, അന്നുണ്ടായിരുന്ന ആ ദിവ്യമായ ഏകീഭാവം, ആത്മാവും ദൈവവും മനുഷ്യനും, ആ ജീവന്റെ ഏകീഭാവം, ആ ബോധത്തിൻ്റെ ഒരു തരിയെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അതാണ് ആദ്യം, ഇതാണ് അവസാനം, ഇത് പിന്നത്തേതിൽ എന്ന് പറയത്തില്ല. താങ്കൾ വെറും അക്ഷരത്താളുകളിലുള്ള ബൈബിളുകളിലൂടെ യാത്ര ചെയ്തത് കൊണ്ടാണ്. ബൈബിളിൽ ഒരു ജീവനുണ്ട്, ബൈബിളിൽ ഒരു ആത്മാവുണ്ട്. ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് ആ ജീവനും ആ ആത്മാവും ഉൾക്കൊണ്ട ഒരുവൻ വായിക്കുന്നതും അല്ലാത്തവൻ വായിക്കുന്നതും വ്യത്യാസമാണ്. അല്ലാത്ത ഒരുപാട് പേർ വായിച്ച് ബൈബിളിനെ കുറിച്ച് പരാമർശങ്ങളും കവിതകളും ലേഖനങ്ങളും സാഹിത്യങ്ങളൊക്കെ ഒക്കെ ലോകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാടൊക്കെ തിയോളജികൾ വായിച്ച്, സെക്കുലർ തരമായിട്ടൊക്കെ. പക്ഷേ ആ നിത്യജീവന്റെ ബോധം പ്രാപിച്ച ഒരു വ്യക്തി വായിക്കുന്നതും എന്ന് പറഞ്ഞാൽ ആ കണ്ണ് തുറന്ന ആ ലൈറ്റ് ഉള്ള ഒരു വ്യക്തി വായിക്കുന്നതും അല്ലാത്തൊരു വ്യക്തി വായിക്കുന്ന തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. താങ്കൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് വരേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടെ കണ്ണു തുറക്കേണ്ടതായിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൻ അവൻ നമ്മളെ കണ്ടു. ഇത് വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ബന്ധമാണ്. ആ ദിവ്യമായ ബന്ധത്തിന് തുടക്കവും ഒടുക്കവുമില്ല. ബൈബിൾ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ അൽഫ. തുടക്കം എവിടെയും ചോദിച്ചാൽ ഞാൻ അൽഫ, ഒടുക്കം എവിടെയും ചോദിച്ചാൽ ഞാൻ ഒമേഗ. ഇത് മാത്രമേ ഈ മസ്തിഷ്ക പരിമിതിക്കകത്ത് നിന്ന് പറയുവാനും നമുക്ക് ഉൾക്കൊള്ളുവാനും കഴിയത്തുള്ളൂ. ഈ ഉൾക്കാഴ്ചക്കകത്ത് നിന്നുകൊണ്ട് നിത്യതാബോധത്തെ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, അതിനെ ഒരു സ്ഥിരീകരണം കണ്ടെത്തി ഒരു പ്രസ്താവനയാക്കി സമൂഹത്തിൻ്റെ മധ്യത്തിൽ
വിളമ്പുന്നത് വെറും പൈങ്കിളിയാണ്.